ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പൊരുരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ആരാണ്? സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ ശത്രുക്കളെ നശിപ്പിക്കും. ബലവാൻ ശത്രുജിതശ്ച ശത്രുജാതേ, ബലവാനും തൻ്റെ ശത്രുക്കളും നശിച്ചു പോകും. 6-ൽ സൂര്യൻ വരുമ്പോൾ, ചൊവ്വ വരുമ്പോഴും അങ്ങനെയാണ്, ശനി വരുമ്പോഴും അങ്ങനെയാണ്, ശത്രുക്കളെ നശിപ്പിക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം, സൂര്യൻ 7-ാം ഭാവാധിപനായിട്ടാണ് 6-ൽ നിൽക്കുന്നത്. 7-ാം ഭാവം എന്താണ്? ദാമ്പത്യം, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്. ഇവിടെ കളത്രേശൻ 7-ാം ഭാവാധിപൻ അരവും ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ, 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കളത്രം ശത്രുവായി വരും. ഭാര്യ ശത്രുവായി വരുന്ന സമയമാണ്. അതിനാൽ ഭാര്യാ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. നിർബന്ധമായും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക, ദമ്പതി പൂജ ചെയ്യണം.
ഇല്ലെങ്കിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു മാസത്തുണ്ടാകും. സൂര്യൻ ഹൃദ്രോഗകാരകനാണ്. കുംഭൻ രാശിയുടെ പേര് തന്നെ എന്താണ്? ഹൃദ്രോഗം എന്നാണ്. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും ഈ ഒരു മാസക്കാലം. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ട് വരും, നടക്കാൻ പ്രയാസങ്ങൾ വരും, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം. ഇവിടെ 6-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ വരാഹമിക രാജൻ പറഞ്ഞു ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്ന്. പക്ഷേ ഇവിടെ ചമത്കാരി നമ്മളിൽ പറഞ്ഞിരിക്കുന്നു രിബുധ്വംസകൻ ഭാസ്കരോ യക്ഷിഷ്ടി. 6 സൂര്യൻ വരുമ്പോൾ താൻ ശത്രുക്കളെ നശിപ്പിക്കും. തനോദിവ്യയം രാജതോ മിത്രോതവ. തൻ്റെ ധാരാളം കാശ്, സുഹൃത്തുക്കൾ, രാജാവ്, ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ പെരുപ്പിക്കും. തൻ്റെ കാശ് നഷ്ടപ്പെടും. കുലേ മാതുരാപ ചതുഷ്പാദയവ. അമ്മയുടെ കുലത്തിൽ വാഹനങ്ങൾക്കാണ് അപകടം, അല്ലെങ്കിൽ നാൽക്കാലികൾക്ക് പരിക്ക് വരിക. ഈ സമയത്തൊക്കെ പലപ്പോഴും നാൽക്കാലികളുടെ ആക്രമണം ഉണ്ടാവുക. ഒരിക്കലും കൊമ്പുള്ള ജന്തുക്കളെ വിശ്വസിക്കരുത് എന്നാണ്. ശൃംഗിണാം, കൊമ്പുള്ളതിനെ വിശ്വസിക്കരുത്. ഏത് സമയത്താണ് ആക്രമിക്കുന്നത് പറയാനാവില്ല. അല്ലെങ്കിൽ നാൽക്കാലികളെ കൊണ്ട് എനിക്ക് നഷ്ടം വരിക. തൻ്റെ ഡയറി ഫാം അല്ലെങ്കിൽ പശുത്തൊഴുത്ത്, ആട് ഫാം, ഇതിനൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവ നശിച്ചു പോവുക മുതലായ പ്രയാസങ്ങളൊക്കെ വരാൻ അങ്ങേയറ്റ സാധ്യതയുണ്ട് കുംഭൻ രാശിക്കാർ. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യം. പ്രയാണേ വഴിയിൽ വെച്ച് കാട്ടാളരാൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാത്രി യാത്രയൊക്കെ വളരെ ശ്രദ്ധിക്കും. ഇവിടെ നിർബന്ധമായും ശിവക്ഷേത്രത്തിന് പരിഹാരങ്ങൾ ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചു, കൂളമാല, ജലധാര, മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക ഒക്കെ ചെയ്ത് നന്നായി വരിക, മുന്നോട്ട് നീങ്ങുക. നന്ദി, നമസ്തേ.